CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഉത്സവ തിരക്കിലമർന്ന് ഗുരുഭവനപുരി. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ഭക്തിനിർഭരമായ ചടങ്ങിൽ കൊടിയേറി. വരവൂർ പഞ്ചായത്തിന്റെ പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രം ഉൾപ്പെടുന്ന പൊതുവഴി അടച്ചുകെട്ടിയതിനെതിരെ നടപടി സ്വീകരിക്കാത്തതിലും സ്വകാര്യ അറവുമാലിന്യ പ്ലാന്റിലേക്ക് അനധികൃതമായി മാലിന്യം കൊണ്ടുവന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കാത്തതിലും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ എരുംപെട്ടി പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. അണ്ടത്തോട് കടൽഭിത്തി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ആശങ്കയകറ്റണമെന്ന് യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടു. അധികൃതർ തമ്മിലുള്ള വടംവലിയിൽ വലഞ്ഞ നാട്ടുകാർ. നാക്കോല AEO റോഡിലെ ടാർ കുത്തിപ്പൊളിച്ച് ആഴ്ചകൾ പിന്നിട്ടെങ്കിലും റീടാറിംഗ് ആരംഭിച്ചിട്ടില്ല. മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ 87ാം പ്രതിഷ്ഠാ തിരുനാളിന്റെ ഭാഗമായുള്ള പോസ്റ്ററിന്റെ പ്രകാശനം നടന്നു. നഗരമധ്യത്തിൽ യുവതിയുടെ 5 പവൻ മാലയും മറ്റു രേഖകളും അടങ്ങുന്ന പേഴ്സ് നഷ്ടപ്പെട്ട പരാതിയിൽ 1 മാസമായിട്ടും തുമ്പ് കണ്ടെത്താനാകാതെ കുന്നംകുളം പോലീസ്. ഇതോടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ് പരാതിക്കാരി. കണ്ടാണശ്ശേരി പഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി 2024-25 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം സൗജന്യ മെൻസ്ട്രൽ കപ്പ് വിതരണം നടത്തി. അക്കിക്കാവിൽ ഗതാഗത തടസ്സം രൂക്ഷം. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പുതിയ ജലവിതരണ പൈപ്പുകൾ സ്ഥാപിക്കുന്ന ജോലികൾ തുടങ്ങിയതോടെ സംസ്ഥാന പാതയിൽ കുന്നംകുളത്തിനും അക്കിക്കാവിനും ഇടയിലുള്ള ഗതാഗതം ദുരിതമായി. KSKTU കുന്നംകുളം ഏരിയ വനിതാ കൺവെൻഷൻ TK കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ സംസ്ഥാന ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സിദ്ധു സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. നെൽകൃഷിയിൽ പുതുമകൾ കണ്ടെത്തി ഷബീർ എന്ന യുവകർഷകൻ. മഹാരാഷ്ട്രയിൽ നിന്നും കൊണ്ടുവന്ന നസർബാത്ത് എന്ന നെൽവിത്താണ് ഇത്തവണ ഷബീർ പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തത്. എരുംപെട്ടി പതിയാരം സെന്റ് ജോസഫ് ദേവാലയത്തിൽ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ലിയോ പുത്തൂർ കുടിയേറ്റ കർമ്മം നിർവഹിച്ചു. കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ 2024-25 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പോത്തുകുട്ടി വിതരണം നടത്തി. ചിറ്റണ്ട ശ്രീകരിക്കൽ അയ്യപ്പസ്വാമിയുടെയും ശ്രീ അന്തിമഹാകാളിന്റെയും കുംഭമാസത്തിലെ പൂയം മഹോത്സവം ആഘോഷിച്ചു. ഓൾ കേരള ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ഏർപ്പെടുത്തിയ ബെസ്റ്റ് എക്സലൻസ് അവാർഡിന് കുന്നംകുളം കുരുവിള ഡെന്റൽ ക്ലിനിക്കിലെ ഡോക്ടർ ഡീന പോൾ അർഹയായി. എളവള്ളി പഞ്ചായത്തിലൂടെ ഒഴുകുന്ന കൊച്ചിൻ ഫ്രോണ്ടിയർ തോടിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടു. തോട്ടിൽ മുളങ്കൂടുകളും മാലിന്യങ്ങളും നിറഞ്ഞതാണ് ഒഴുക്ക് തടസ്സപ്പെടാൻ കാരണമായത്. കുന്നംകുളം ഗവൺമെന്റ് പോളിടെക്നിക്കിൽ 1999-ൽ പഠനം നടത്തിയ കമ്പ്യൂട്ടർ ടെക്നോളജി ഡിപ്ലോമ വിദ്യാർത്ഥികൾ കാലങ്ങൾക്ക് ശേഷം തങ്ങളുടെ ഓർമ്മകൾ കൂട്ടിവെച്ചൊരുക്കിയ മ്യൂസിക് ആൽബം പരിഭവം തോരാതെ റിലീസിനൊരുങ്ങുന്നു. സ്ലീബ മോർ ഒസ്താത്തിയോസ് ബാവയുടെ 95ാമത് ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് മഞ്ഞിനിക്കര ദയാറിൽ നിന്നും ആരംഭിച്ച പതാക പ്രയാണത്തിന് പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ സ്വീകരണം നൽകി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രവും ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജും NCC 23 കേരള ബറ്റാലിയൻ യൂണിറ്റും സംയുക്തമായി വനിതാദിന ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെ നേതൃത്വത്തിൽ കുന്നംകുളം താലൂക്ക് ആശുപത്രിയുടെ സഹകരണത്തോടെ അതിഥി തൊഴിലാളികൾക്ക് വൈദ്യപരിശോധനാ ക്യാമ്പ് നടത്തി. പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ പഴഞ്ഞി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ സ്നേഹത്തണ്ണീർക്കുടം സ്ഥാപിച്ചു. പുന്നിയൂർക്കുളം പരൂർ കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റും വടക്കേക്കാട് ജനമൈത്രി പോലീസും സംയുക്തമായി 1 വർഷം നീണ്ടുനിൽക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ആരംഭിച്ചു. പയ്യൂർ ഭാരത് ആർമി ഫാൻസിന്റെ 6ാം വാർഷികം നടത്തി. പഴഞ്ഞി MD കോളേജിലെ അവസാന വർഷ നാഷണൽ സർവീസ് സ്കീം വിദ്യാർത്ഥികൾക്ക് യാത്രയയപ്പും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും നടത്തി. കാട്ടകാമ്പൽ പഞ്ചായത്തിലെ ചെറുതുരുത്തി 47ാം നമ്പർ അംഗനവാടിയിൽ കൗമാരക്കാർക്കായി ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.